ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്, ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഇതുപോലെ ടെസ്റ്റ് ആനിമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് ഇൻ ആഫ്റ്റർ എഫക്ട്സ്. ഫസ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് ടെസ്റ്റ് എന്ന് കൊടുത്തു. ടൈപ്പ് ടൂൾ സെലക്ട് ചെയ്ത് ടെസ്റ്റ് ആഡ് ചെയ്തു. ന്യൂ കോംബ് വീണ്ടും ക്രിയേറ്റ് ചെയ്ത് റീനെയിം ചെയ്ത് കളർ എന്ന് കൊടുത്തു. ഈ കളർ കോമ്പിൽ ടെസ്റ്റ് കോംബ് ആഡ് ആക്കി. ഇഫക്ട്സ് ആൻഡ് പ്രീസസ് പോയി 4 കളർ ഗ്രേഡിയന്റ് ആഡ് ചെയ്ത് ടെസ്റ്റ് കോമ്പിൽ ഈ കാണുന്ന കളർ 1, കളർ 2, കളർ 3 ആൻഡ് കളർ 4 ചേഞ്ച് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ബ്ലെൻഡ് ഞാൻ ചേഞ്ച് ചെയ്ത് 5% ആക്കി. ഞാനൊരു 3 seconds ആൻഡ് 50 ഫ്രെയിംസിൽ പോയി 0.1, 0.2, 0.3 ആൻഡ് 0.4 കീ ഫ്രെയിംസ് സെറ്റ് ചെയ്തു. എന്നിട്ട് ഈ കാണുന്ന ആങ്കർ പോയിന്റ്സ് ടെസ്റ്റ് അടുത്ത് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. അറ്റ് ദ ബിഗിനിൽ പോയി ഈ ആങ്കർ പോയിന്റ്സ് വീണ്ടും ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. അറ്റ് ദി എൻഡിൽ ആങ്കർ പോയിന്റ്സ് ഇതുപോലെ പ്ലേസ് ചെയ്ത് വെച്ചു. നെക്സ്റ്റ് ഞാനൊരു ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്തു ഫ്രാക്ടൽ എന്ന് കൊടുത്തു. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ഫ്രാക്ടൽ നോയ്സ് ആഡ് ആക്കി. ഫ്രാക്ടൽ ടൈപ്പ് റോക്കി, കോൺട്രാസ്റ്റ് 300, ബ്രൈറ്റ്നസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അത് ബിഗിനിങ് ഓഫ് ദ ടൈം ലൈൻ. ബ്രൈറ്റ്നസ് 170. ഞാൻ 1 second ആൻഡ് 15 ഫ്രെയിംസിൽ പോയി ബ്രൈറ്റ്നസ് -170 ആക്കി. ബോത്ത് കീ ഫ്രെയിം സെലക്ട് ചെയ്തു. ഈസി ഈസ് ഗ്രാഫ് എഡിറ്റർ ഓപ്പൺ ആക്കി. സ്പീഡ് ഗ്രാഫ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ 6 secondsൽ പോയി ബ്രൈറ്റ്നസ് കീ ഫ്രെയിം സെറ്റ് ചെയ്തു. അറ്റ് ദി എൻഡിൽ ബ്രൈറ്റ്നസ് 170 ആക്കി. ഇനി ഞാൻ ടെസ്റ്റ് കോമ്പിൽ പോയി ട്രാക്ക് മാറ്റ് ഫ്രാക്ടൽ കോംബ് സെലക്ട് ചെയ്യുക. ഇനി ഞാൻ ഈ ഐക്കൺ 2 times ക്ലിക്ക് ചെയ്തു. സോ ഇപ്പോൾ ഇത് ലൂമ മാറ്റ് ആയി. നെക്സ്റ്റ് ഞാൻ ഇത് ഇൻവേർട്ട് ആക്കി ബൈ ക്ലിക്കിംഗ് ഹിയർ. ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ഗ്ലോ എന്ന് കൊടുത്തു. ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് മാറ്റ് 1 എന്ന് കൊടുത്തു. ഇഫക്ട്സ് ആൻഡ് പ്രീസസ് പോയി ഫ്രാക്ടൽ നോയ്സ് ആഡ് ആക്കി. നോയ്സ് ടൈപ്പ് സ്പ്ലൈൻ, കോൺട്രാസ്റ്റ് 200, brightness 40. Under transform, scale 150. Complexity 1 and revolution options random seed 300. Evolution keyframe set ചെയ്യുക. At the beginning of the timeline. At the endൽ പോയി evolution keyframe 2 times ആക്കുക. മാറ്റ് ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക. കോൺട്രാസ്റ്റ് 300, brightness -60 and transform, scale 200. മാറ്റ് 2 ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക. ബ്രൈറ്റ്നസ് 20 and evolution options random seed 2800. മാറ്റ് 3 ലെയറിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുക. കോൺട്രാസ്റ്റ് 120 and revolution options random seed 2500. നെക്സ്റ്റ് ഞാൻ കളർ കോംബ് ആഡ് ആക്കി ടൈം ലൈനിൽ. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ക്യാമറ ലെൻസ് ബ്ലർ ആഡ് ആക്കി കളർ കോമ്പിൽ. ബ്ലർ റേഡിയസ് 50, ഡിഫ്രാക്ഷൻ ഫ്രിഞ്ച് 0, അണ്ടർ ബ്ലർ മാപ്പ് ലെയർ മാറ്റ് 2. സോഴ്സ് ഇഫക്ട്സ് ആൻഡ് മാസ്ക് സെറ്റ് മാറ്റ് ആഡ് ആക്കി. ടേക്ക് മാറ്റ് ഫ്രം ലെയർ മാറ്റ് 1 സെലക്ട് ചെയ്യുക. സോഴ്സ് ഇഫക്ട്സ് ആൻഡ് മാസ്ക്. യൂസ് ഫോർ മാറ്റ് ലൂമിനൻസ് സെലക്ട് ചെയ്യുക. ടർബുലന്റ് ഡിസ്പ്ലേസ് ആഡ് ആക്കുക. എമൗണ്ട് 25, സൈസ് 50, എവല്യൂഷൻ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി ടൈം ലൈൻ. അറ്റ് എൻഡിൽ പോയി എവല്യൂഷൻ 1 time ആക്കുക. റാൻഡം സീഡ് 25. ഇഫക്ട്സ് ആൻഡ് പ്രീസസിൽ പോയി ഞാൻ ഗ്ലോ ആഡ് ആക്കി. ഇനി ഞാൻ കളർ കോമ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. ക്യാമറ ലെൻസ് ബ്ലർ ഡിലീറ്റ് ചെയ്യുക. സെറ്റ് മാറ്റിലെ ടേക്ക് മേറ്റ് ഫ്രം ലെയർ മാറ്റ് 3 സെലക്ട് ചെയ്യുക. ഞാൻ ഇനി ഗ്ലോ ഡിലീറ്റ് ചെയ്തു. ഇനി ഇഫക്ട്സ് പ്ലേസസിൽ പോയി ഫാസ്റ്റ് ബോക്സ് ബ്ലർ ആഡ് ആക്കി.
ഈ ഫാസ്റ്റ് ബ്ലോസ് ബ്ലർ ടർബുലന്റ് ഡിസ്പ്ലേസിന്റെ ടോപ്പിലിട്ടു. ബ്ലർ റേഡിയസ് 20, ഇറ്ററേഷൻസ് 10. കളർ 2 കോമ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ബ്ലെൻഡ് മോഡ് ചേഞ്ച് ചെയ്ത് സ്ക്രീൻ ആക്കി. വീണ്ടും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ടേക്ക് മാറ്റ് ഫ്രം ലെയർ ചേഞ്ച് ചെയ്ത് മാറ്റ് 4 സെലക്ട് ചെയ്തു. ബ്ലർ റേഡിയസ് 8, ഇറ്ററേഷൻസ് 1. ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി ഡയറക്ഷണൽ ബ്ലർ ആഡ് ആക്കി. ടർബുലന്റ് ഡിസ്പ്ലേസിന്റെ ടോപ്പിൽ പ്ലേസ് ചെയ്തു. ബ്ലർ ലെങ്ത് 95. ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ഫ്ലോർ എന്ന് കൊടുത്തു. ന്യൂ സോളിഡ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ഫ്രാക്ടൽ എന്ന് കൊടുത്തു. ആഡ് ഫ്രാക്ടൽ നോയ്സ്. ട്രാൻസ്ഫോം അൺചെക്ക് യൂണിഫോം സ്കെയിൽ. സ്കെയിൽ വിഡ്ത് 200. ഞാൻ ഈ ഫ്രാക്ടൽ സോളിഡ് ലെയർ 3D ആക്കി ബൈ ക്ലിക്കിംഗ് ഹിയർ. റൊട്ടേഷൻ ഓപ്പൺ ആക്കി. എന്നിട്ട് എക്സ് റൊട്ടേഷൻ ഞാൻ 100 ആക്കി. പൊസിഷൻ ഞാൻ ഡൗൺ ആക്കി. ഇഫക്ട്സ് ആൻഡ് പ്രീസെസിൽ പോയി മോഷൻ ടൈൽ ആഡ് ചെയ്തു. ഔട്ട്പുട്ട് ഹൈറ്റ് 400. ചെക്ക് മിറർ എഡ്ജസ്. എക്സ് റൊട്ടേഷൻ 90 ഡിഗ്രി ആക്കി. നെക്സ്റ്റ് ഞാൻ ന്യൂ കോംബ് ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് മെയിൻ എന്ന് കൊടുത്തു. ഇതിൽ ഞാൻ ഗ്ലോ കോംബ് ആഡ് ആക്കി. ഗ്ലോ കോമ്പിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ക്രിയേറ്റ് ചെയ്തു. ബോട്ടം ഗ്ലോ കോംബ് സെലക്ട് ചെയ്യുക. ഓപ്പൺ സ്കെയിൽ അൺലിങ്ക് ചെയ്യുക. ഞാൻ സൈസ് ചേഞ്ച് ചെയ്ത് 20 ആക്കി. എന്നിട്ട് പൊസിഷൻ ഓപ്പൺ ആക്കി ഡൗൺ ചെയ്തു. ഫാസ്റ്റ് ബോസ് ബ്ലർ ആഡ് ആക്കി ബോട്ടം ഗ്ലോ കോമ്പിൽ. ബ്ലർ റേഡിയസ് 40. ഇനി ഞാൻ ഫ്ലോർ കോംബ് ബോട്ടമിൽ പ്ലേസ് ചെയ്തു. ടൈം ലൈനിൽ ഹൈഡ് ഫ്ലോർ കോംബ്. ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്തു. പ്ലേസ് ചെയ്ത് സെക്കൻഡ് ടോപ്പിൽ പ്ലേസ് ചെയ്തു. ഇതിൽ ഞാൻ കോമ്പൗണ്ട് ബ്ലർ ആഡ് ആക്കി. ബ്ലർ ലെയർ സെലക്ട് ചെയ്ത് ഫ്ലോർ കോംബ് സെലക്ട് ചെയ്യുക. മാക്സിമം ബ്ലർ 50. ബോട്ടമിൽ കാണുന്ന ഗ്ലോ കോമിന്റെ ഒപ്പാസിറ്റി ഞാൻ ചേഞ്ച് ചെയ്ത് 50 ആക്കി. ന്യൂ നൾ ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് ബോത്ത് ഗ്ലോ കോം സെലക്ട് ചെയ്യുക. ഗ്ലോ കോമ്പിൽ കാണുന്ന പിക് വിപ്പ് ടെയിൽ നൾ ലെയറിൽ ആഡ് ആക്കുക. അറ്റ് എൻഡിൽ പോയി നള്ളിലെ സ്കെയിൽ കീ ഫ്രെയിം സെറ്റ് ചെയ്യുക. അറ്റ് ദ ബിഗിനിങ്ങിൽ പോയി സ്കെയിൽ 85 ആക്കുക. ന്യൂ അഡ്ജസ്റ്റ്മെന്റ് ലെയർ ക്രിയേറ്റ് ചെയ്യുക. ഇതിൽ ഞാൻ ഇഫക്ട്സ് പ്രീസെസിൽ പോയി ഷാർപ്പൺ ആഡ് ആക്കി. ഷാർപ്പൺ എമൗണ്ട് 10. നെക്സ്റ്റ് ഞാൻ ന്യൂ സോളിഡ് ലെയർ ക്രിയേറ്റ് ചെയ്തു. റീനെയിം ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് എന്ന് കൊടുത്തു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാം. ഞാനിത് പ്ലേസ് ചെയ്ത് ബോട്ടമിലിട്ടു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എഫക്റ്റ് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഗ്ലോ കോമ്പിൽ പോയി കളർ ഇൻറ്റൻസിറ്റി 0.5 ആക്കി. നെക്സ്റ്റ് ഞാൻ ഈ ലൈൻ മാറ്റാൻ കളർ 4 കോമ്പിൽ പോയി സെറ്റ് മാറ്റിൽ കാണുന്ന യൂസ് ഫോർ മാറ്റ് ഓഫ് സെലക്ട് ചെയ്തു. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എഫക്റ്റ് കിട്ടും. ആൻഡ് ദാറ്റ്സ് ഇറ്റ് ലേഡീസ് ആൻഡ് ബോയ്സ് ആൻഡ് ഗേൾസ്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാത്സ് ഷെയർ ചെയ്യുക. താങ്ക് യു.